കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നേരത്തെ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതിനെതിരെ പ്രതിഷേധം. പകരം ഭൂമിയും പണവും നൽകുമെന്ന നിലപാടിൽ നിന്ന് പിണറായി സർക്കാർ പിൻവലിഞ്ഞതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമായത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, നമ്മുടെ സർക്കാർ നടത്തിയ പല നാടകങ്ങളും നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പലതും പൊടിതട്ടി എടുക്കുന്നുമുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ പ്രതിഷേധം പുരോഗമിക്കുന്നത്? ഇപ്പോൾ കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നേരത്തെ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതിനെതിരെ പ്രതിഷേധം നടക്കുന്നത്. പകരം ഭൂമിയും പണവും നൽകുമെന്ന നിലപാട് സർക്കാർ എടുത്തിരുന്നു. പക്ഷേ ആ നിലപാടിൽ നിന്ന് പിണറായി സർക്കാർ പിൻവലിഞ്ഞു. ഇതോടുകൂടിയാണ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. മിഥുൻ പിള്ളയിലേക്ക് പോകുന്നു. മിഥുൻ, ഞാൻ പറയുകയായിരുന്നു, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി പലതും സർക്കാർ പൊടിതട്ടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രതിഷേധക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു? രാഹി, നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ മുൻപ് പറഞ്ഞിരുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് റൺവേ വികസനത്തിൻ്റെ ഭാഗമായി ഭൂമി ഉപയോഗശൂന്യമായി പോകുന്നൊരു സാഹചര്യം പോലും ആ പ്രദേശത്തുണ്ടായിരുന്നു. മാത്രമല്ല, റൺവേ വികസനം ആ നിലവിലുള്ള ദൂരം പോരാ, അതിന് നീളം കൂട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം നടന്നത്. ഇത് ഏതാണ്ട് 10 വർഷത്തിന് മുൻപ് തുടങ്ങിയ നടപടിയാണ്. അന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി നാട്ടുകാർക്ക് നൽകിയിരുന്ന വാഗ്ദാനം പണത്തോടൊപ്പം അവർക്ക് പുനരധിവാസ പദ്ധതിയും ഉറപ്പാക്കുമെന്നാണ്. ഇതിൻ്റെ ഭാഗമായി മറ്റൊരിടത്ത് ഈ കൂടാളി തുടങ്ങിയ മേഖലയിൽ ഇവരുടെ ഈ കീഴല്ലൂർ ഭാഗത്തുള്ള ആളുകളുടെ പുനരധിവാസത്തിനായി അവിടെ സ്ഥലം ഏറ്റെടുക്കുകയും അവിടെ അവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുമെന്നും അന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ റൺവേ വികസനത്തിൻ്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അന്ന് ആദ്യം പറഞ്ഞ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നിന്ന് സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റ് വില മാത്രം നൽകി, മാർക്കറ്റ് വിലയിലും കുറഞ്ഞ പണത്തിന് അത് ഏറ്റെടുത്തുകൊണ്ട് ഈ പുനരധിവാസ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് വലിയുന്നൊരു നിലപാടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരാനുള്ളൊരു പ്രധാനപ്പെട്ട സാഹചര്യം ഉണ്ടായത്. അതായത് 2016 ഈ 250ഓളം ഏക്കർ ഭൂമി കാനാട്, കീഴല്ലൂർ പ്രദേശങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയത്. അതുകൊണ്ട് അവിടെ നിന്ന് കുടിയൊഴുക്കപ്പെടുന്ന 159 കുടുംബങ്ങൾക്കായി പുനരധിവാസത്തിനായി 10 സെന്റ് ഭൂമി അനുവദിക്കുമെന്ന് അന്ന് സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൂടാളി അതുപോലെ തന്നെ കീഴല്ലൂർ വില്ലേജുകളിലായി ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ ഒരു വിജ്ഞാപനവും പുറത്തിറക്കി. എന്നാൽ ഇപ്പോൾ ആ പാക്കേജ് ഒഴിവാക്കി പണം മാത്രം നൽകിക്കൊണ്ട് ഈ ഒരു പദ്ധതി പൂർത്തീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് നാട്ടുകാർ ഇപ്പോൾ ആരോപിക്കുന്നത്. മാത്രമല്ല, പുതിയ നിയമപ്രകാരം അവർക്ക് തുച്ഛമായ പൈസ മാത്രമേ കിട്ടുകയുള്ളൂ. അതായത് അവിടെ ഇപ്പോൾ മാർക്കറ്റ് വില എന്ന് പറയുന്നത് 1 സെന്റ് സ്ഥലം എടുക്കണമെങ്കിൽ തന്നെ 3-4 ലക്ഷം രൂപ ഒക്കെ വരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം എയർപോർട്ട് വളരെ അടുത്താണ്. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് വലിയ തുക വരുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന തുക അതിന് അപര്യാപ്തമാണ് എന്നൊരു വിമർശനമാണ് നാട്ടുകാർ ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലൊരു ഹിയറിംഗ് ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിളിച്ചു വരുത്തിയിരുന്നു. എന്നാൽ ആ ഹിയറിംഗ് പ്രദേശവാസികൾ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ പുനരധിവാസത്തിന് 10 സെന്റ് ഭൂമി അനുവദിക്കുക, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ അനുവദിക്കുക എന്ന ഒരാവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സർക്കാരിനെ അറിയിക്കാമെന്നൊരു മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രാഖി, ശരി മിഥുൻ, എന്തായാലും ഈ കണ്ണൂർ വിമാനത്താവള റൺവേ വികസനത്തിനായിട്ടാണ് ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് നേരത്തെ പുനരധിവാസ പാക്കേജൊക്കെ പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയി. ഇതോടുകൂടിയാണ് പ്രതിഷേധം ശക്തമായത്. എന്തായാലും പകരം ഭൂമിയും പണവും നൽകുമെന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്നോട്ട് വലിഞ്ഞുവെങ്കിലും പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ നൽകിയത്. മിഥുൻ പിള്ളയാണ്.